العظيم القدرة والشان شديد البطش والبرهان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وأفوض أمري إلى الله إن الله بصير بالعباد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شد ذي شد يا رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين صدق الله مولانا العلي العظيم إني نزيلك والنزيل لديك يا خير الأنام بكل خير اعتدي يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ عبد الله مولى القادر وعلى أمة سيدنا مولانا محمد اللهم صل وسلم وبارك عليه അഭിവന്ദരായ സയ്യിദ് അവറുകളെ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ മജ്ലിസിൽ പരിശുദ്ധമായ മാസത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അവിടുത്തെ സൗരഭ്യവും സൗഗന്ധികതയും ആസ്വദിച്ചുകൊണ്ട് പടച്ചറബിനെ കാണാൻ പറ്റും വിധം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റജബിലും ശഅബാനിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. പുണ്യമായ പുണ്യങ്ങളുടെ പൂക്കാമല്ലമായ വിശുദ്ധ റമളാനിലേക്ക് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടെ അതിലേറെ ഈമാനോടുകൂടെ എത്തിച്ചേരാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് വേണ്ടി ഇവിടെ നിർവഹിച്ച ദുആ അല്ലാഹുവേ എല്ലാ നിലക്കും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അതിന്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാവർക്കും പടച്ചവനെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാനു ശരീഫിന്റെ ഓർമ്മകൾ നമുക്ക് നൽകിക്കൊണ്ട് അടിസ്ഥാനപരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹത്വം നൽകിയ വിശുദ്ധമായ റജബ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ആ റജബിന്റെ മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റജബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധമായ മാസത്തിന്റെ ഒരു നിമിഷവും നാം നിർവഹിക്കുന്ന ദുആകൾക്ക് ഇജാബത്ത് തന്നിട്ടല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മടക്കില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു,
വിശുദ്ധമായ റജബിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തി അവന്റെ മന്ദറായ മനുഷ്യ ശരീരത്തിലെ നോട്ടസ്ഥലമായ ഹൃദയത്തെ ക്രമീകരിച്ച് അതിലുള്ള അഴുക്കുകൾ വൃത്തിയാക്കി ശഅബാനിലേക്ക് പ്രവേശിക്കുകയും ആ നിലക്ക് റമളാനിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കാണ് വിശുദ്ധ റമളാനിന്റെ പുണ്യം ലഭ്യമാകുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തെ നമ്മൾ ആദരിക്കുകയും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ മാസത്തെ ആദരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും നമ്മുടെ ജീവിതത്തിന് നമ്മൾ ക്രമം ഏർപ്പെടുത്തുകയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയുള്ള നമ്മുടെ സമയം ചെലവഴിക്കലുണ്ടല്ലോ, ആ സമയം ചെലവഴിക്കലിനൊരു ക്രമീകരണം ഏർപ്പെടുത്തി അള്ളാഹു പൊരുത്തപ്പെടുന്ന ദിശയിലേക്ക് അതിന്റെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നു, ഈ ലോകത്ത് നമ്മുടെ ജീവിതം വെറും 3 ദിവസം മാത്രമാണ്. സലാസത്തു അയ്യാം, 3 ദിവസമാണ്. ഒന്ന് ഇന്നലെയാണ്, കഴിഞ്ഞുപോയ ദിവസമാണ്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ആകുലപ്പെടേണ്ടതില്ല, പെട്ടിട്ട് കാര്യവുമില്ലാതെ നമ്മൾ നിന്ന് കഴിഞ്ഞുപോയി. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, നാളെയാണ്. നാളെ നമ്മൾ ഉണ്ടാകുമോ, നാളത്തേത് നമുക്കുണ്ടാകുമോ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളേക്ക് നമുക്ക് പദ്ധതിയുണ്ട്. വെള്ളിയാഴ്ചയാണ്, സുബഹി നമസ്കരിക്കണം, അൽകഹ്ഫ് ഓതണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനിടയിൽ ഭൗതികമായ കാര്യങ്ങൾ നമുക്കുണ്ട്. ജുമുഅക്ക് പള്ളിയിലേക്ക് പോകണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ നിശ്ചയമാണ്. പക്ഷേ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ നമ്മളാണോ പള്ളിയിലേക്ക് പോകുന്നത്, അതോ നമ്മളെ കൊണ്ടുപോകുകയാണോ? ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ സാധ്യമല്ല. നാളത്തെ കാര്യം നമുക്കറിയൂല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഒരു മനുഷ്യനും അവൻ ഏത് രീതിയിലാണ്, ഏതവസ്ഥയിലാണ്, എവിടെ വെച്ചുകൊണ്ടാണ് അവന്റെ അന്ത്യം കുറിക്കപ്പെടുന്നത് എന്നറിയാൻ സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ ന്യൂ ഇയർ ആയിരുന്നു. ക്രിസ്തുവർഷ കലണ്ടർ അനുസരിച്ച് ലോകം ഏറ്റെടുത്ത 2025 അവസാനിച്ച് 26ലേക്ക് പ്രവേശിക്കുന്ന രാത്രിയായിരുന്നു പ്രിയപ്പെട്ടവരെ. അതിന്റെ തിന്മകളെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ലോകം ഇന്ന് ആ വഴിയെയാണ് സഞ്ചരിക്കുന്നത്. നന്മയിലുണ്ടെന്ന് പറയുന്ന നമ്മൾ വരെ അറിയാതെ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലോകത്ത് അല്ലാഹ് എന്ന് പറയാൻ ആളില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് കോടാനക്കോടി കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ആകാശത്തിന്റെ പാളികൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. മനോഹരമായ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ധൂളികളെ പോലെ പാറിക്കളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. കോടാനക്കോടി ഗാലക്സികളും മറ്റുമൊക്കെ കൂട്ടിയിടിച്ചിട്ട് അതെല്ലാം പരസ്പരം പ്രിയപ്പെട്ടവരെ പ്രത്യേകമായൊരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുന്ന അന്ത്യദിനം കുറിക്കപ്പെടുന്നത് ആ ഒരവസ്ഥയിലായിരിക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ദലീലാണ്, ആയത്താണ്, ദൃഷ്ടാന്തമാണ്, ആയത്താണ് പ്രിയപ്പെട്ടവരെ. ഈ ഉമ്മത്തിന്റെ ഉൾപ്പെടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയി എന്നത് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഉമ്മത്തിനുണ്ടായിരുന്ന ഈമാനിന്റെ ഒരു വസ്ത്രമാണ് ലജ്ജ. അത് അല്ലാഹു ഈമാനുള്ളവർക്ക് നൽകുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ അത് നമ്മളിൽ നിന്ന് എടുത്തു കളയപ്പെട്ടൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഇന്നലെ പുതിയ വർഷത്തിന്റെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞുപോയ 2025 നമുക്ക് വേണ്ടപ്പെട്ട പലരും നമ്മളോട് വിട ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരവസരം കൂടെ ലോകത്തിന്റെ കണക്കെടുപ്പിൽ നമ്മളെയും ചേർത്തി വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. ഈ വർഷം കഴിഞ്ഞുപോയ വർഷത്തെ അപരാധങ്ങളെ ഓർത്തുകൊണ്ട് ഖേദിക്കാനും പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താനും ഈ വർഷത്തിന്റെ മനോഹരമായ ദിനരാത്രങ്ങളെ
റബ്ബിന്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേ മുഅ്മിനീങ്ങളെ, ഇന്നലെ ഇശായിന് ഈ വിനീതൻ ജോലി ചെയ്യുന്ന ആ മണ്ണാർക്കാടിന്റെ ജുമാ മസ്ജിദിന്റെ സഫിലുണ്ടായിരുന്ന ശംസുക്ക എന്ന് പറയുന്ന പിതാവ്, അദ്ദേഹം ടൗണിലുണ്ടെങ്കിൽ അദ്ദേഹം ജമാഅത്തിന് വേണ്ടി വരാറുണ്ട്. അങ്ങനെ ഇന്നലെ അദ്ദേഹം ഇശാക്ക് ജമാഅത്തിന് വേണ്ടി വരാൻ നിൽക്കുമ്പോൾ തൻ്റെ ഒരു സഹോദരൻ തമാശ രൂപേണ പറഞ്ഞു, പള്ളിയിലെ മുഅദ്ദിനിന്റെ ഈ വർഷത്തെ അവസാനത്തെ നിസ്കാരമാണ്, പള്ളിയിലെ മുഅദ്ദിനിന്റെ അവസാനത്തെ നിസ്കാരമാണ്, അപ്പൊ അതുകൊണ്ട് നമുക്കിന്ന് ജമാഅത്തിന് പങ്കെടുക്കാം. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ മുഅദ്ദിനെ അവിടെ നിന്ന് ഇന്നലത്തോടു കൂടെ ജോലി അവസാനിപ്പിച്ചു പറഞ്ഞേക്കാന്നാണ്. ഇന്ന് 2026 ഇന്നലെ 25 അവസാനിക്കുകയാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം ഉസ്താദിനോട് സംസാരിച്ചു, എന്താ നിങ്ങൾ പോവുകയാണോ പള്ളിയിൽ നിന്ന്? അപ്പോഴാണ് കൂടെയുള്ളയാൾ പറഞ്ഞത്, ഞാനൊരു തമാശ പറഞ്ഞതാണ്, ഇനി 2026 25 അവസാനത്തെ ഇശാ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ ഇശാ നിസ്കരിച്ച് വീട്ടിൽ ചെന്നപ്പോ വീട്ടിലേക്ക് പോകുകയാണ്. ഇന്ന് സുബഹിക്ക് മുമ്പ് ഈ വിനീതൻ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ജമാഅത്തിന് വേണ്ടി വരുമ്പോ അതാ അദ്ദേഹത്തിന്റെ അയൽവാസി വിളിച്ചു പറയുന്നു, നമ്മുടെ ശംസുക്ക മരണപ്പെട്ടിരിക്കുന്നു ഉസ്താദേ, ശംസുക്ക മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ എല്ലാവരും, ഒരു സമൂഹവും ഒരു നാടും ഒരു പുതുവർഷത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ സന്തോഷത്തിലേക്ക് കടന്നപ്പോ, പ്രിയപ്പെട്ടവരെ, ശംസുക്ക എന്ന ഉസ്താദുമാരോട് ഇഷ്ടമുള്ള, മുതഅല്ലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന, ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന, അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ ഈ ലോകത്തെ അവസാനത്തെ നിസ്കാരവും ജമാഅത്ത് നമസ്കാരമാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതേ, ഇന്ന് അദ്ദേഹം ഈ ജനുവരി 1 രാത്രിയിൽ 6 അടി മണ്ണിലാണ്, മണ്ണാറക്കാടിന്റെ പുരാതനമായ പള്ളി മക്ബറയിലാണ് പ്രിയപ്പെട്ടവരെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ആ ഒരു പ്രത്യേകമായ ഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട്, ഏത് സമയവും ഈ ജീവിതം അവസാനിക്കാനുള്ളതായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം ഏർപ്പെടുത്തണം. വിശുദ്ധമായ റജബിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ വരുന്ന മാസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ഖൈറാത്തുകളെ വർദ്ധിപ്പിക്കാൻ നമ്മൾ സമയം കാണണം, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ ആംബുലൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടെ അതിന്റെ ഗുണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർഷിക മജ്‌ലിസിൽ വെച്ചുകൊണ്ടാണ്, ഞാൻ ഓർക്കുകയാണ്, തൊട്ടടുത്തുള്ള ഒരു തെങ്ങിൻ തോപ്പിൽ വെച്ച് നടന്നൊരു മജ്‌ലിസിലാണ് നമ്മുടെ ആംബുലൻസിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, മനോഹരമായി നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ്, സാധാരണ പറയാറുണ്ട് സൗജന്യമാണ് എന്ന്, പക്ഷേ ആംബുലൻസിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഡ്രൈവർ ബത്തയാണ്, ഡീസലാണെന്ന് പറഞ്ഞ് ഒരു ക്യാഷ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന്റെ സംവിധാനം അങ്ങനെയാണ്. എന്നാൽ ഇന്നേ വരെ 1 രൂപ ഒരാളുടെ കയ്യിൽ നിന്നും നിർബന്ധ ബുദ്ധിയ മേടിക്കാതെ തനിക്ക് തന്റെ അധ്യാപന മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് വരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സുബ്ഹാനല്ലാഹ് ആംബുലൻസ് വളരെ മനോഹരമായി അതിന്റെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി അന്ന് സഹായിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്റെ ഫാത്തിമ വരും അവളുടെ കുതിരപ്പുറത്ത്, ഒട്ടകപ്പുറത്ത്, അതെന്റെ ബുറാക്കിനെ മുൻകടക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ, ഫാത്തിമ വരുന്നുണ്ട്. മഹ്ശറിന്റെ അഹ്ലുകാരെ, നിങ്ങളെല്ലാവരും നിങ്ങളെ കണ്ണടച്ചു കൊള്ളണേ. പറയപ്പെടുമത്രേ പ്രിയപ്പെട്ടവരെ, മഹ്ശറിൽ ഫാത്തിമ ബീവി ഉൾപ്പെടെയുള്ളവര് മനോഹരമായ അവർക്ക് ലഭ്യമായ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ, അതെ, നമ്മൾ നൽകിയ നാണയത്തുട്ടുകൾ, ആ സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ
സർവീസ് നടത്തുന്ന ആതുര സേവന രംഗത്തെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സേവനമായ ആംബുലൻസ് ഉണ്ടല്ലോ, അത് ഖബർ മുതലുള്ള നമ്മുടെ സഞ്ചാരത്തിന് അത് നമ്മെ സഹായിക്കും. അത് നാളെ മഹ്ശറിൽ സിറാത്ത് വിട്ട് കിടക്കുന്നത് വരെ നമ്മുടെ വാഹനമാകുമെന്നതിൽ തർക്കമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വിശുദ്ധമായ റജബ് ഇത് വിത്തിറക്കുന്ന മാസമാണ്. ഇത് വിത്തിറക്കുന്ന മാസമാണ്. നല്ലൊരു നീയത്ത് ആ വിഷയത്തിൽ നമ്മൾ കരുതുക. കഴിയുന്ന ആളുകൾ 1000 രൂപയിൽ ചുരുങ്ങാത്ത, ഇത് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ മാസമാണല്ലോ, 1111 ചുരുങ്ങാത്ത, ഇനി അതിന് കഴിയാത്ത ആളുകൾ ഇന്നേ വരെ 23 വർഷത്തിനിടയിൽ നിർബന്ധമായൊരു പിരിവും നമ്മുടെ മക്കാമുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇതൊക്കെ ഒരു അറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്. ആ നിലക്ക് നമ്മൾ പോയാലും നമുക്ക് വരുമാനം കിട്ടാനുള്ള പ്രവർത്തനമാണ്. ചുരുങ്ങിയത് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ 1111, അതിനപ്പുറം നമുക്ക് കഴിയുന്നത് ഈ മജ്‌ലിസിൽ നമ്മൾ നിയ്യത്താക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ വിനീതനും ഒരു നിയ്യത്ത് കരുതുകയാണ്. നമ്മളെല്ലാവരും അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിലേക്കൊരു നിയ്യത്ത്. എന്താണ് നിയ്യത്ത്? പടച്ചവനെ, ഞാനിതാ വിശുദ്ധമായ റജബ്, അടിസ്ഥാനപരമായി നീ മഹത്വം നൽകിയ ഈ റജബിൽ ഞാൻ ഈ മഹത്തായ പ്രവർത്തനത്തിന്, പാവപ്പെട്ട രോഗികൾക്ക്, പ്രയാസപ്പെടുന്നവർക്ക് സാന്ത്വനമേകുന്ന ഈ പ്രവർത്തനത്തിന് ഒരു നിയ്യത്ത് ഞാൻ ചെയ്യുകയാണ്. അതിലേറ്റവും പ്രധാനമായി എനിക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ആംബുലൻസിൽ കയറേണ്ട സാഹചര്യം എനിക്ക് വരുത്തരുതേ റബ്ബേ. എനിക്കങ്ങനെ ഒരു പ്രയാസമുണ്ടാവരുത്, എൻ്റെ കുടുംബത്തിലുണ്ടാവരുതേ. പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്ത യാത്രയാണത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരൊറ്റ തവണ മാത്രമാണ് മണ്ണാറക്കാട് നിന്ന് EMS ഹോസ്പിറ്റൽ വരെ ആംബുലൻസിൽ കയറിയത്. അതെന്റെ പ്രിയതമയുമായി അവസാനത്തെ യാത്രയായിരുന്നു. രോഗാതുരമായ അവസ്ഥയിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ, അത് ഏകദേശമുള്ള രോഗമൊക്കെ ആംബുലൻസിൽ നിന്ന് തന്നെ മാറിപ്പോകും. ആ രീതിയിലുള്ള ഒരു ബേജാറാകുന്ന യാത്രയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു നിയ്യത്ത് ആ വിഷയത്തിലേക്ക് നൽകിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ എന്താണോ നമുക്ക് കഴിയുന്നത്, ആ കഴിയുന്നതിൽ നിന്നൊരു വിഹിതം, അന്ന് 50,000-ഉം ലക്ഷവും സ്വർണ്ണമോതിരങ്ങളും ആഭരണങ്ങളും ഒക്കെ അന്നുള്ള സദസ്സിലുള്ള ആളുകൾ നൽകിയപ്പോഴാണ് മനോഹരമായി മഹാനായ മർഹൂം ബാപ്പുത്തങ്ങളുടെ നാമധേയത്തിൽ കേരളത്തിനകത്തും പുറത്തും ഓടുന്ന പ്രിയപ്പെട്ടവരെ ആംബുലൻസ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എങ്ങോട്ടാണ് ആംബുലൻസ് പോകുന്നത്, അതിനനുസരിച്ച് എണ്ണക്കുള്ള ഡീസലിനുള്ള പൈസ ഇവിടുന്ന് പോക്കറ്റ് നിന്ന് എടുത്തിട്ടാണ് അതിനെ പറഞ്ഞു വിടുന്നത്. പലപ്പോഴും ചില സമയത്തൊക്കെ നമ്മുടെ ഈ മജ്‌ലിസിന്റെ ചെറിയ സഹായങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഹക്കാണ്, ഇതെന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ സമയം കവർന്നെടുക്കുകയല്ല. അപ്പൊ നമുക്കും വേണ്ടേ പ്രിയപ്പെട്ടവരെ ഒരു പ്രതിഫലം. അതേ മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നവരെ പോലെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല, കണ്ടവരില്ല. എന്നാൽ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുന്നു. അതേ, കണ്ടവരുണ്ട്. അവരെ ചേർത്ത് പിടിച്ച് ചുംബിച്ചവരെ പോലെ അതേ നമുക്ക് പ്രിയപ്പെട്ടവരെ സ്വന്തമായ ഒരു ആംബുലൻസ് മേടിക്കാൻ കഴിയൂല, നമുക്കതിന് കഴിവുണ്ടാവില്ല. പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പിരിവ് നടന്നു. ഈ നൂറ്റാണ്ട് ഒരു ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു 100 വർഷം തികയുന്ന ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് തഹിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ആപ്പ് സംവിധാനിച്ചുകൊണ്ട്, അതെന്തിനാണ്? വരും തലമുറയെ അടുത്ത നൂറ്റാണ്ടിൽ, കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ നമ്മുടെ മുൻഗാമികൾ പള്ളിക്ക്, മദ്രസക്ക്, യതീംഖാനക്ക്, കോളേജിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തപ്പോ, സ്ഥലം കൊടുത്തപ്പോ, പണം കൊടുത്തപ്പോ നമുക്ക് ദീന് പഠിക്കാൻ സൗകര്യമുണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, AI യുഗത്തിലൂടെയാണ് ഇനി അടുത്ത തലമുറ മുന്നോട്ട് വരുന്നത്. ആ നിലക്കുള്ള അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയായിരുന്നു അത്. 100 രൂപ അതിലുണ്ട്, 50 ഉണ്ട്, 500 ഉണ്ട്, 1000 ഉണ്ട്. അങ്ങനെ 47 കോടി രൂപ ഈ ഉമ്മത്ത് മലയാളി മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് നൽകിയിട്ട് പ്രിയപ്പെട്ടവരെ ആ മഹത്തായ ഫണ്ട് സ്വരൂപിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ അതിലെ വിഹിതമുണ്ടാകും. ഇനി അടുത്തൊരു 200 വർഷം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു വാർഷികമുണ്ടാകുമ്പോൾ
അന്നുള്ള ആളുകൾ പറയും ഈ 100-ാം വാർഷികത്തെ കുറിച്ച്. അന്നുള്ള ആളുകൾ ചർച്ച ചെയ്യും. ഇതന്നത്തെ ഈ കാണുന്ന മനോഹരമായ സ്ഥാപനം, ഈ എജു വില്ലേജ്, ഈ മനോഹരമായ അതർ സ്റ്റേറ്റുകളിൽ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥാപനങ്ങൾ പദ്ധതിയിലുണ്ട്. ആ നിലക്ക് ആ സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ പടച്ചവനെ ഇതിനു വേണ്ടി സഹായിച്ചവരെ നീ ഖബറിൽ സഹായിക്കണമെന്നാണ് അവർ ദുആ ചെയ്യുക. കാരണം ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മളൊന്നും ഉണ്ടാവൂല. അപ്പോഴേ പ്രിയപ്പെട്ടവരെ അതിന്റെ വില നമുക്കറിയും. ആ നിലക്ക് ഈ ആംബുലൻസിൽ നിന്ന് കൈവശമൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ബാപ്പുത്തങ്ങള് ആംബുലൻസായിട്ട് അവിടെ വരുന്നത്. അതിലേക്ക് കയറുന്നു, ഇറങ്ങുന്നു. അതിൻ്റെ അകത്ത് ചെറിയൊരു പെട്ടിയുണ്ട്, ഒരു പാത്രമുണ്ട്. കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 10 രൂപയാവട്ടെ 100 രൂപയാവട്ടെ കയ്യിലുള്ള തോതിനനുസരിച്ച് വേണമെങ്കിൽ അതിൽ നിക്ഷേപിക്കാം. ഇല്ലെങ്കിൽ ഇല്ല, അൽഹംദുലില്ലാ. അവിടെ നിങ്ങോട്ട് ഇറങ്ങുമ്പോ അൽഹംദുലില്ലാ പടച്ചോനെ ഇതെങ്കിലും സമാധാനമായല്ലോ എന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ മീസാനിന്റെ നന്മയുടെ ഭാഗത്തേക്കുള്ള കനമായി ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിനെ ഏറ്റെടുത്തവരാണ് നമ്മൾ, ആവശ്യങ്ങളെ ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നല്ലൊരു നീയത്ത്, നമ്മളെ കൊണ്ട് കഴിയുന്നൊരു നീയത്ത് നാളത്തേക്കൊരു നിക്ഷേപമായിട്ട് ഇൻഷാ അല്ലാഹ് കരുതിയിട്ടേ ഇവിടുന്ന് പിരിഞ്ഞു പോവാവൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് അതിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട സമിതികളൊക്കെ ഭരണമേറ്റെടുത്ത് അതുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മളുള്ളത്. വളരെ കൃത്യമായ വർക്കുകൾ നടന്നില്ലേ? എല്ലാവരും ഓരോരുത്തരും അവരെ സ്ഥാനാർത്ഥികളും സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരിഷ്ടപ്പെടുന്നവരും തങ്ങൾ ഉദ്ദേശിച്ചവരെ ജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആരും നോമിനേഷൻ കൊടുത്തിട്ട് ഒരിക്കലും തവക്കുല് പറഞ്ഞിരുന്നില്ല. എന്നാളുകളിലെ ജയിപ്പിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നില്ല. പരമാവധി പ്രവർത്തിക്കുകയാണ്, പരമാവധി ആളുകളിലേക്ക് പോകുകയാണ്. മിണ്ടാത്തവരോട് മിണ്ടുന്നു, വർഷങ്ങളായി പോവാത്ത വീട്ടിൽ പോകുന്നു. അതുപോലെ തന്നെ ദുആ മാത്രമായിരുന്നില്ല, കൂട്ടത്തിൽ ദുആ ചെയ്യിപ്പിക്കുന്നു. പടമുള്ളവർ അതെടുത്ത് ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ കടം പേടിച്ച് ചെലവഴിക്കുന്നു. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, വിജയിക്കണമെന്ന്. ആ നിലക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ ശക്തമായ പരിശ്രമം നടത്തുകയും ചില ആളുകൾക്ക് ഒരു വോട്ട് ലഭിച്ച ആളുകളുണ്ട്, ചില ആളുകൾ എതിരാളികളില്ലാതെ വിജയിച്ച ആളുകളുണ്ട്. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷം ലഭിച്ചവർ, ആകെ ചെയ്ത വോട്ടിൽ ഒരു വോട്ട് മാത്രം ലഭിച്ചവര്, ഇതൊക്കെ നമ്മൾ കേട്ട വാർത്തയാണ്, ഇതൊക്കെ നമ്മൾ കണ്ട വാർത്തയാണ്, യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുവരെ നമ്മൾ പ്രവർത്തിച്ചതും നമ്മൾ വോട്ട് ചെയ്തതും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ, ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുമാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും കൃത്യമായൊരു മത്സരത്തിന്റെ നടുവിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്ക് വിജയം നിർബന്ധമാണ്. ഏതാണ് മത്സരമെന്നറിയോ? അത് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. അവിടെ നമ്മൾ തോറ്റുപോയാൽ, അവിടെ നമുക്ക് വോട്ട് കുറഞ്ഞു പോയാൽ പിന്നൊരിക്കലും പ്രിയപ്പെട്ടവരെ വിജയിക്കാൻ നമുക്ക് കഴിയൂല. ഭൗതികമായ തെരഞ്ഞെടുപ്പിൽ ഇന്നൊരാൾ ജയിച്ചാൽ നാളെ ഒരാൾ, ഇന്ന് തോറ്റയാൾ നാളെ ജയിക്കും. അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആഖിറത്തിന്റെ വിജയം അനിവാര്യമായ മത്സരത്തിലെങ്ങാനും തോറ്റുപോയാൽ പിന്നെ നമ്മളെ ജയിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ സത്യത്തിൽ ആഖിറത്തിന്റെ വിഷയം വരുമ്പോ അവിടെ നമ്മൾ തവക്കുലിന്റെ ആളുകളാവും. ദുനിയാവിന്റെ വിഷയങ്ങൾ വരുമ്പോ അത് ജീവിത മാർഗങ്ങളാവട്ടെ, മറ്റുള്ള വിഷയങ്ങളാവട്ടെ, അവിടെ നമ്മൾ കാര്യമായി പരിശ്രമിക്കും. സത്യത്തിൽ ഏറ്റവും വലിയ പരിശ്രമം വേണ്ടത് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്, നൈമിഷികമായ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കണേ.
പരിശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിച്ചില്ല. ശക്തമായ പരിശ്രമം ഉണ്ടാവണം, അതിൽ നിക്ഷേപങ്ങൾ ഉണ്ടാവണം, വാക്കുകൾ ഉണ്ടാവണം, പ്രവൃത്തികൾ ഉണ്ടാവണം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ ശകലം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഐബിയം വാലിക്കും, നിങ്ങളെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തണം, പരിശ്രമം നടത്തണം. നിങ്ങളെ ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ വൽസിനത്തിക്കും, നിങ്ങളെ നാവുകൾ റബ്ബിന് വേണ്ടി പണിയെടുക്കണം. ചീത്ത വർത്തമാനങ്ങളിൽ നിന്ന് നിങ്ങളെ നാവുകളെ നിങ്ങൾ നിയന്ത്രിക്കണം. വാംഫുസിക്കും, നിങ്ങളെ ശരീരങ്ങളെ കൊണ്ട് നിങ്ങൾ പരിശ്രമം നടത്തണം. അങ്ങനെ നിങ്ങൾ പരിശ്രമം നടത്തുമ്പോ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഭൗതികമായ മത്സരങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളെ ജയത്തിനുണ്ടാകും. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നോമിനേഷൻ കൊടുത്ത് വന്ന നിങ്ങൾ ആ വഴിക്ക് പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അലസ്തു ബി റബ്ബിക്കുമുൽ അലാ, ആലമുൽ അർവാഹിൽ വെച്ച് റബ്ബ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഉടമസ്ഥനല്ലയോ എന്ന്. അന്ന് നമ്മൾ കരാറൊപ്പിട്ട് വന്നവരാണ്. അതേ അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഉടമസ്ഥനാണ്, ഞങ്ങൾ വഴിപ്പെടേണ്ടത് നിനക്ക് മാത്രമാണ് എന്ന് സമ്മതിച്ചു വന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ. ആ നിലക്ക് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനും ജിന്നിനും ജിന്ന് സമൂഹത്തിനും ഇവിടെ നിർവഹിക്കാനുള്ള ജോലി എന്ന് പറയുന്നത് അല്ലാഹുവിന് ആരാധന നിർവഹിക്കൽ മാത്രമാണ്. ഈ ഭൂമിയിൽ മറ്റുള്ളതൊന്നും നമ്മളിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, പരിശുദ്ധമായ ദീനിൽ ഒരു പ്രയാസവും റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല. എങ്ങനെ നിശ്ചയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എളുപ്പങ്ങളെ നിങ്ങൾക്ക് തുറന്നു തരുകയാണ്. നിങ്ങളെ മത്സരത്തിൽ നിങ്ങൾ ജയിക്കാൻ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് എളുപ്പങ്ങളാണ് അല്ലാഹു നൽകുന്നത്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ റബ്ബ് തുറന്നു തരുകയാണ്. ഇതുപോലെ കൽ ഖസ്രി, 132 കിലോമീറ്റർ അപ്പുറം ഹലാലായി യാത്ര ചെയ്യുന്നവൻ മണാലി കാണാൻ പോകുന്നത്, മൂന്നാർ കാണാൻ പോകുന്നത് ഒന്നും ഹലാലായ യാത്രയല്ല. അൽഹംദുലില്ലാ, നമ്മുടെ ആംബുലൻസ് സംവിധാനത്തിലേക്ക് ഒരു സഹോദരൻ 2000 രൂപ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണമേ റഹ്മാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണമേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണമേ റബ്ബേ. അവരുടെ നിക്ഷേപത്തെ അവരുടെ സദഖയെ ജാരിയായ സദഖയാക്കണമേ റഹ്മാനെ. 2000ങ്ങളായി 10 മടങ്ങായി ദുനിയാവിലും ആഖിറത്തിലും അവർക്കത് നീ തിരിച്ചു നൽകണമേ റബ്ബേ. അവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ഞങ്ങൾക്കോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആംബുലൻസിൽ കയറേണ്ട സാഹചര്യം നീ വരുത്തരുതേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും സഹകരിക്കുക എന്ന് വേണമെന്നില്ല, ഒരു നിയ്യത്ത്, ഞാൻ പറഞ്ഞല്ലോ ഒരു നിയ്യത്ത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേ 132 കിലോമീറ്റർ അപ്പുറം ഹലാലായ യാത്രയാണ്. ജോലി അന്വേഷിച്ചു പോകുകയാണ്, കുടുംബ സന്ദർശനത്തിന് വേണ്ടി പോകുകയാണ്, മഹാന്മാരെ സന്ദർശിക്കാൻ വേണ്ടി പോകുകയാണ്, ഹജ്ജിന് ഉംറക്ക് അതുപോലെയുള്ള ഇബാദത്തുകൾക്ക് വേണ്ടി പോകുകയാണ്. അതേ 132 കിലോമീറ്റർ അപ്പുറം യാത്ര ചെയ്യുന്നവന് ഒരു നമസ്കാരത്തെ ളുഹ്റിനെ അസറിലേക്ക്, അസറിനെ ളുഹ്റിലേക്ക് തിരിച്ചും മഗ്രിബി ഇശായിലേക്ക്, ഇശായിനെ മഗ്രിബിയിലേക്ക് തിരിച്ച്, അഥവാ ഒരാൾക്ക് ളുഹ്റിന്റെ സമയത്താണ് നിസ്കരിക്കാൻ സൗകര്യമുള്ളത്, അവന് അസറിനെ ളുഹ്റിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ടും ഒന്നിച്ച് നമസ്കരിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, 4 റക്അത്തുള്ള നമസ്കാരത്തെ കൽ ഖസ്രി 2 ചുരുക്കി നമസ്കരിക്കാം. മഗ്രിബിയിൽ 3 റക്അത്താണ്, അത് ചുരുക്കാൻ കഴിയില്ല. ളുഹ്ർ അസർ ഇശാ ചുരുക്കി 2 ചുരുക്കി നിസ്കരിക്കാം. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ധർമ്മ സമരത്തിൽ അവന്റെ മുൻപിൽ വിജയിക്കാൻ മത്സരത്തിൽ ഏർപ്പെട്ട ദീനിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളാണ്. ഒരാൾക്ക് വെള്ളമില്ല, മണ്ണുപയോഗിച്ചുകൊണ്ട് ശുദ്ധി വരുത്താം. ഒരാൾ യാത്രക്കാരനാണ് അല്ലെങ്കിൽ രോഗിയാണ്, അവർക്ക്
നമുക്ക് നോമ്പാണ്, ഫർളായ നോമ്പാണ്. ആ നോമ്പ് മുറിച്ചിട്ട് മറ്റൊരു സമയത്ത് ഖളാ വിട്ടാനുള്ള സൗകര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അതേ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ ദീനിലെ ഒരു ദീൻ അനുസരിച്ച് നമ്മൾ പറയും ഈ കാലത്ത് എങ്ങനെയാണ് ദീൻ അനുസരിച്ച് ജീവിക്കുക, എൻ്റെ മോളുടെ കല്യാണം, മോന്റെ കല്യാണം പൂരപ്പറമ്പാവാതെ എങ്ങനെയാണ് റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കുക? അതിനൊന്നും കഴിയൂല. പലിശ കൊടുക്കാതെ വാങ്ങാതെ, ലോട്ടറി എടുക്കാതെ, പറ്റിക്കാതെ, വാക്ക് പറഞ്ഞാൽ ചതിച്ച്, കടം വാങ്ങിയാൽ കൊടുക്കാതെ, ഇങ്ങനെയൊക്കെ അല്ലാതെ, ഈ അവസ്ഥയിലൊക്കെ അല്ലാതെ എങ്ങനെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു യഥാർത്ഥ മുഅ്മിനായി മുഅ്മിനത്തായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ എളുപ്പമാക്കി തരുമെന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതേ, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഏർപ്പെടുത്തി തരുകയാണ്. എന്തേ കാരണം പ്രിയപ്പെട്ടവരെ? നമ്മളെ തോൽപ്പിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മൾ കണ്ട, ഇന്ന് വരെ നമ്മൾ കണ്ട, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ട എതിരാളിയെ പോലെയുള്ള ആളല്ല. അയാള് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് സർവസജ്ജനാണ്, അതിശക്തനാണ്. അലം അഹദിലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. അല്ലയോ വിശുദ്ധ ഖുർആൻ നാളെ മഹ്ശറിൽ നിന്ന് മുഅ്മിനീങ്ങളോട്, മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിശാചിന് നിങ്ങൾ വഴിപ്പെടരുതേ എന്ന് പ്രവാചകന്മാരിലൂടെ, അവരെ പിന്തുടർന്നു വന്ന സ്വാലിഹീങ്ങളിലൂടെ, മഹാന്മാരിലൂടെ, പരിശുദ്ധ ഖുർആൻ അതുപോലെയുള്ള ഹദീസുകളിലൂടെ, അതുപോലെ ഇമ്മത്തിന്റെ കിതാബുകളിലൂടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? ഇന്നല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, അതിശക്തനായ ശത്രുവാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. നിങ്ങൾ എന്നെ അനുസരിക്കണം, എനിക്ക് വഴിപ്പെടണം, അതാണ് സച്ചരിതമായ മാർഗമെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലയോ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. നിങ്ങളെക്കാൾ സൗകര്യമുള്ള, നിങ്ങളെക്കാൾ എല്ലാ നിലക്കുമുള്ള അല്ലാഹു വിശാലത ചെയ്ത ആളുകൾ, സമൂഹങ്ങൾ എത്രയെത്രയാണ് മനുഷ്യ സമൂഹത്തെ അവൻ നശിപ്പിച്ചു കളഞ്ഞത്. അഫലം തകൂനൂ തഖിലൂൻ. എന്തേ നിങ്ങളെ ബുദ്ധിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്താത്തത്? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? സൂറത്ത് യാസീനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കട്ടൗട്ടുകൾ സ്ഥാപിക്കുന്നു, ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നു, വീട് കയറിയിട്ട് പ്രചരണം നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കാണ് വോട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാണ്. നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇന്ന ചിഹ്നത്തിനാണ്, നിങ്ങൾ തോൽപ്പിക്കേണ്ടത് ഇന്നയാളെയാണ് വോട്ട് ചെയ്ത്. ഇതൊക്കെ നമ്മൾ പറയും പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ അള്ളാന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മോചിസത്തായ, വലിയ അമാനുഷികമായ, ഒരാൾക്കും കീഴടക്കാൻ കഴിയാത്ത മഹാത്ഭുതമായ വിശുദ്ധ ഖുർആൻ 15ഓളം സ്ഥലങ്ങളിലാണ് നമ്മുടെ എതിരാളിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണം, പേടിക്കണം. എന്തുകൊണ്ട്? നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാത്തവനാണവൻ, നമ്മൾ വിശ്രമിക്കുമ്പോൾ വിശ്രമിക്കാത്തവനാണവൻ, നമ്മൾ അലസത കാണിക്കുമ്പോൾ ഉന്മേഷം കാണിക്കുന്നവനാണവൻ. എന്തിനാണെന്നോ? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ, നന്മ നമ്മൾ കരുതാതിരിക്കാൻ, നന്മ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ. فهيا على جنات عدن فإنها منازلك الأولى وفيها المخيم. ഓ മുഅ്മിനേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്ക് നീ മുന്നിട്ട് വന്നോളൂ. ജന്നാത്തു അദിനിലേക്ക് നീ മുന്നിട്ട് വന്നോളൂ. ഫഇന്നഹാ മനാസിലുക്. നിന്റെ ഉപ്പ പോന്നത് അവിടെ നിന്നാണ്, നിന്റെ ഉമ്മ വന്നത് അവിടെ നിന്നാണ്. മനുഷ്യകുലത്തിന്റെ തുടക്കം അവിടെയാണ്. വഫീഹൽ മുഖയ്യമൂ. അവിടെയാണ് നീ ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന മനോഹരമായ ഹുജറകൾ നിനക്കുള്ളത്. സ്വർണം കൊണ്ട്, മുത്തുകൊണ്ട്, പച്ചക്കോമേതകം കൊണ്ട് സ്ഥാപിതമായ മനോഹരമായ, പുറത്തു നിന്ന് നോക്കിയാൽ അകത്ത മനോഹാരിത ദർശിക്കാൻ കഴിയുന്ന, മലായിനും റഅത്ത് വലാ ഉദിനും സമിഅത്ത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ അല്ലാഹു ചിന്താശേഷി നൽകി
നൽകാത്ത മനോഹരമായ സൗകര്യങ്ങൾ നിനക്കൊരുക്കി വെച്ച ആ സ്വർഗത്തിന്റെ കൊട്ടകൊത്തളങ്ങൾ ഉള്ളത് നിനക്കുള്ള ഖൈമകൾ അവിടെയാണുള്ളത്. അതുകൊണ്ട് നീ അങ്ങോട്ട് മുന്നിട്ട് വരണം. പക്ഷേ വലാകിന്നനാ സബിയുൽ അദുവി ഫഇൻ തറാ വലാകിന്നനാ സബിയുൽ അദുവി ഫഹൽ തറാ നഊദു ഇലാ ഔതാനിനാ ഫനസ്ലമൂ. നമ്മളെങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെടുക? നമ്മുടെ വീടും നമ്മുടെ ലക്ഷ്യവും സ്വർഗമാണ്. പക്ഷെ അങ്ങോട്ട് എത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷേ വലാകിന്നനാ സബിയുൽ അദുവി, നമ്മൾ നമ്മുടെ ശത്രുവിന്റെ തടവറയിലാണ്. ശരീരം എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത്, പിശാച് എന്താണോ നമ്മളോട് സുഖമായി ആനന്ദമായി പറയുന്നത്, അത് ഏറ്റെടുത്ത് നടക്കുന്ന നമുക്കെങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും? എത്ര ചിന്തോതീതമായ വരികളാണ് പ്രിയപ്പെട്ടവരെ ഇത്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നബിയെ അങ്ങ് ഓർമ്മപ്പെടുത്തണം. ആ ഓർമ്മപ്പെടുത്തല് മുഅ്മിനീങ്ങളുടെ ഖൽബിൽ പരിവർത്തനം സൃഷ്ടിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണെങ്കിലും മഹബ്ബത്താണ് ഈമാനിന്റെ അടിസ്ഥാനം. ആ തറയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖൽബ് തുറന്ന് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടത് ആഖിറത്തിന്റെ വിജയമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഷയത്തിലും നമ്മൾ ഏർപ്പെട്ടു പോവല്ലേ. നമുക്ക് വേണ്ടത് ആഖിറത്തിന്റെ നിക്ഷേപമാണ്. അത് കിട്ടുന്ന കാര്യങ്ങളിലാണ് നമ്മൾ നിക്ഷേപം ഇറക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ലാഭം ലഭ്യമാവേണ്ടത്. മുൻഗാമികളൊക്കെ അത് ശ്രദ്ധിച്ചവരായിരുന്നു. സയ്യിദുസ്സാഹിദീൻ എന്ന് ലോകം പ്രശംസിച്ച മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ സൗകര്യമുള്ളയാളായിരുന്നു. ആ സൗകര്യങ്ങളിൽ മതിമറന്ന് അദ്ദേഹം മുന്നോട്ട് പോകുകയാണ്. അദ്ദേഹത്തിന് വേട്ടയാടൽ വലിയ ഇഷ്ടമുള്ളയാളാണ്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി പോകുമ്പോ ഒരു ശബ്ദശരീരി കേൾക്കുകയാണ്. യാ ഇബ്രാഹിം, എന്ന വിശാലമായ രാജ്യത്തിന്റെ രാജാവായ ഇബ്രാഹിം ഇബ്നു അദ്ഹമേ, മഹാദൽ അബ്സു, എന്താണ് ഈ അബ്സ് എന്ന് നിങ്ങൾക്കറിയുമോ? എവിടെയാണ് അബ്സ് ഉള്ളത്? ഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വെറുതെയാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു ഉപകാരവുമില്ലാതെ ഇവിടെ ജീവിച്ച് ഇവിടെ മരിച്ച് ഒന്നുമില്ലാതെ നാൽക്കാലികളെ പോലെ ജീവിതം അവസാനിപ്പിക്കലാണ് നിങ്ങളെ ലക്ഷ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന വിശുദ്ധ ഖുർആനിലെ ചോദ്യമുണ്ട്. അവിടെയുള്ള അബസ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഓ ഇബ്രാഹിമേ, ഇത്തഖില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അലൈക ബിസ്സാദി ലിയൗമിൽ ഫാഖാ, ഉള്ളതൊന്നും മതിയാവാത്തൊരു ദിവസം നിങ്ങളെ മുമ്പിൽ വരാനുണ്ട്. അന്ന് നിങ്ങൾക്ക് വെള്ളം വേണ്ടേ ഇബ്രാഹിമേ? അന്ന് നിങ്ങൾക്ക് പട്ടുമെത്ത വേണ്ട ഇബ്രാഹിമേ? നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ ഇബ്രാഹിമേ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തഖ്വയിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളൂ. സാദുൽ മആദ്, ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിന്റെ ഭക്ഷണം അത് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ്. ഏത് സാഹചര്യമാണെങ്കിലും പടച്ച റബ്ബാകുന്ന സ്നേഹഭാജനമായ സ്നേഹക്കടലായ റബ്ബിന്റെ പരിധിയിൽ ആ റേഞ്ചിൽ ഒതുങ്ങി ജീവിക്കലാണ്. ആ രീതിയിൽ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിക്കോളൂ. ഇബ്രാഹിമേ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ ശരീരി കേൾക്കുകയാണ്, ആ ഉപദേശം കേൾക്കുകയാണ്. അതേ തറക്തുൽ ഖൽഖ തുറം ഫീ റിളാകാ വൈതംതുൽ ഇയാല ലികൈ ഹറാകാ, എനിക്കെന്റെ രാജ്യം വേണ്ട റബ്ബേ, എന്റെ പ്രജകൾ വേണ്ട റബ്ബേ, എന്റെ കുടുംബവും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി. എന്റെ പ്രണയവും എന്റെ സ്നേഹവും എന്റെ ആഗ്രഹവും എന്റെ അഭിലാഷവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേ പ്രിയപ്പെട്ടവരെ, റബ്ബിനെ തേടി ഫക്കീറായി ഇറങ്ങി പുറപ്പെട്ടു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, സയ്യിദുസ്സാഹിദീൻ. ഈ ലോകത്തിന്റെ സൗകര്യങ്ങളെ ത്യജിച്ച ആളുകളുടെ നേതാവെന്ന പദവിയിലേക്ക് അവർ ഉയരുകയാണ്. ഇങ്ങനെ എത്ര സംഭവമാണ് എന്ന് പറഞ്ഞ അവരെ പോലെ നമുക്കാവാൻ പറ്റുമെന്നല്ല, പക്ഷേ നമ്മുടെ ജീവിതം കഴിയുന്ന തോതനുസരിച്ച് പരിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ വസ്ത്രവും നമ്മുടെ തലപ്പാവും നമ്മുടെ ഡ്രസ്സും ബാഹ്യമായ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ സെപ്റ്റിക് ടാങ്ക് പോലെ
നോക്കുന്ന നമ്മുടെ ഖൽബ് മോശമായി പോയാൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് ഫലമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? അതുകൊണ്ട് തഖ്വയുടെ വെളിച്ചവും വെള്ളവും ഹൃദയത്തിലേക്ക് അടിച്ചു വീശട്ടെ, അടിച്ചു കയറട്ടെ. അല്ലാഹു ഈ മജ്ലിസ് ഈ മാസം അതിന് കാരണമാക്കി തരട്ടെ. ആഖിറം നേടിയെടുത്തവരുടെ ചരിത്രം പറഞ്ഞാൽ അവസാനിക്കൂല. മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു മുടന്തനാണ്. ആരംഭ റസൂലുള്ള ബദറിലേക്ക് പോകുകയാണ്. 313 സജ്ജീകരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചേരാൻ ഇഷ്ടപ്പെടുകയാണ് ബഹുമാനപ്പെട്ട അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു. അപ്പൊ മക്കള് സമ്മതിച്ചില്ല. ഉപ്പാന്റെ കാലിൽ മുടന്താണ്, അപകടം സംഭവിക്കും, ഒന്നും അവിടെ ചെയ്യാൻ കഴിയുകയുമില്ല. അദ്ദേഹം മക്കളെ അനുസരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉഹദ് വരികയാണ്. ആ ഉഹദിലേക്ക് മദീനയിൽ നിന്ന് തന്റെ സൈന്യവുമായി റസൂലുള്ള പുറപ്പെടുമ്പോ അതാ വേച്ച് കൊണ്ടൊരാൾ വരികയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ? അത് മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ആണ്. ജലദോഷം ഉണ്ടായാൽ ആ ആഴ്ചയിലെ നമസ്കാരവും ജുമായും ഒഴിക്കുന്നവരാണ് നമ്മൾ. അവിടെയാണ് ഇത് ചേർത്തി വെക്കേണ്ടത് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങളെ, ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ കോടതി എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ എന്ത് വിഷമവും തീർത്തു തരുന്ന ഒരു സ്ഥലമല്ലയോ? ഇത് റഹീമുൽ ഖൽബ്, അങ്ങ് റഹീമുൽ ഖൽബല്ലയോ നബിയേ? അതുകൊണ്ട് എൻ്റെ ആവശ്യം ഏറ്റവും കരുണയുള്ളവരല്ലയോ? അതേ ആലംബഹീനർക്ക് താങ്ങായി നിൽക്കുന്നവരല്ലയോ? അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന ബനിയാ യുരീദൂന അയ്യുഹ്ബിസൂനനി അനിൽ ഖുറൂജി മഅക് ഇലൽ ജിഹാദ്. അങ്ങയോടുകൂടെ ഉഹദിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മക്കൾ വന്നിട്ട് അത് തടയുകയാണ്. അവരരുതെന്ന് എന്നോട് പറയുകയാണ്. അതുകൊണ്ട് വല്ലാഹി ഇന്നി ലഅർജു അൻ നതഅബിഅ റജതി ഹാദിഹി ഫിൽ ജന്നാ. ഈ മുടന്തുള്ള കാല് വെട്ടിയെടുത്തിട്ട് അത് തൂക്കിപ്പിടിച്ചിട്ട് ഷഹാദത്ത് നേടിയെടുത്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഉഹദിലെ രക്തസാക്ഷി എന്ന പദവി നേടിയിട്ട് സ്വർഗത്തിലെത്താൻ ഈ മുടന്തുമായി ഷഹാദത്തോടുകൂടെ സ്വർഗത്തിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ, എൻ്റെ മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് സമ്മതം ലഭിക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിർവഹിക്കുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ. പടച്ചവനെ, ഞാൻ ഉഹദിലേക്ക് വരുന്നത് ഇനി മദീനയുടെ മണ്ണിലേക്ക് തിരിച്ചു വരാനല്ല, മറിച്ച് ഉഹദിൽ രക്തസാക്ഷിയാവാനാണ്. ആ രക്തസാക്ഷിത്വം എനിക്ക് നൽകണേ. വലാ തറുദ്ദനി ഇലാ അഹ്ലി. എൻ്റെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് ആയുരാരോഗ്യത്തോടുകൂടെ എന്നെ നീ മടക്കല്ല റബ്ബേ. അതേ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സമർപ്പണമാണ്. എന്തേ കാരണം? വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ശംസുക്ക, അദ്ദേഹത്തിന് ഇനി എന്തവസരമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് എന്തവസരമാണുള്ളത്? അവസാനിച്ചു പോകുകയല്ലേ എല്ലാം. അതുകൊണ്ട് ലോകം കമനീയമാകുകയാണ്, സൗന്ദര്യപൂരിതമാകുകയാണ്, വ്യഭിചാരം വർദ്ധിക്കുകയാണ്, മാധ്യമങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുകയാണ്, ആഖിറത്തിന്റെ തോത് കുറഞ്ഞു വരികയാണ്, ആഖിറം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ അടുക്കള മുതൽ നമ്മുടെ വീടിന്റെ അകത്തളം വരെ, നമ്മുടെ സംസ്കാരം മുതൽ പാമ്പ് പോലെ പെരുമ്പാമ്പ് പോലെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവാകുന്ന ലക്ഷ്യത്തിലേക്ക്, മുത്തുനബിയാകുന്ന വഴിയിലൂടെ നമ്മൾ പ്രവേശിക്കുക. ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുക, ആഖിറത്തിന് വേണ്ടി നീക്കിയിരിപ്പ് കരുതുക. സാദുൽ മആദ് നേടിയിട്ട് പുഞ്ചിരി തൂകിയിട്ട് സുബ്ഹാനല്ലാഹ് 2-3 ദിവസം മുമ്പ് ഒരു നാട്ടുകല്ല് മഖാമിനടുത്ത് കഴിഞ്ഞ സലാത്തിൽ നമ്മുടെ മജ്ലിസിൽ വന്ന ഷരീഫ് റഹ്മാൻ ഉസ്താദിന്റെ മഹല്ലാണ്. അവിടെ പ്രിയപ്പെട്ട ഒരു പണ്ഡിത സഹോദരൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 17 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായത്. കുഞ്ഞിന് 90 ദിവസമാവുന്നേ ഉള്ളൂ. അദ്ദേഹം ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പതാക സ്ഥാപിക്കലിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഒരു പതാക. പിറ്റേ ദിവസം റേഞ്ച് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവസാനം വരെ, ശ്വാസം വരെ ദീനിന് സേവനം ചെയ്തിട്ട് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ മയ്യത്ത് കാണുമ്പോ അദ്ദേഹം എന്തോ നോക്കി പുഞ്ചിരിക്കുകയാണ്. അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്.
നമ്മളും ആഗ്രഹിക്കുന്നത് ആ മരണമാണ്. നല്ല സമയത്ത് നല്ല സ്ഥലത്ത് ചിരിച്ചു കിടക്കാൻ പറ്റണം. അബ്ശിറൂ ബിൽ ജന്നാ, മലക്കുകളാണ് അവരോട് പറയുന്നത്, ഇങ്ങോട്ട് നോക്കിക്കോളൂ, നിങ്ങൾ സ്വർഗം കണ്ട് സന്തോഷിച്ചോളൂ, നിങ്ങൾ ചിരിച്ചോളൂ, ആനന്ദിച്ചോളൂ എന്ന്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ റജബിലെ ഈ വർഷത്തെ പ്രഥമ മജ്ലിസിലാണ് ഞങ്ങളുള്ളത്. ഈ മജ്ലിസ് ഞങ്ങൾ കേട്ടത്, പറഞ്ഞത്, പങ്കെടുത്തത്, ചൊല്ലിയത്, ചെലവഴിച്ചത് ആ നിലക്ക് എന്നാണോ നീ ഞങ്ങളുടെ അവസാനം കുറിക്കുന്നത് അല്ലാ, ആ നിലക്ക് പുഞ്ചിരിച്ച് കിടക്കാനുള്ള അവസരത്തിനുള്ള കാരണമായി ഈ മജ്ലിസിനെ ഞങ്ങൾ നിന്നും നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാ, ഉണങ്ങിയ ഇലകൾ വീണ് കരിയുള്ള ഇലകളായി ഉണങ്ങിപ്പോകുന്നത് പോലെ ഈ ജീവിതത്തിൽ ഒന്നുമില്ലാതെ നിന്റെ അടുക്കൽ എടുക്കാത്ത നിരോധിക്കപ്പെട്ട നാണയമായി മാറി പടച്ചവനെ തീയിലേക്ക് കരിയിലകൾ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയുന്നൊരു സാഹചര്യം ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ നീ നൽകരുതേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله. നമ്മുടെ ആംബുലൻസ് സംവിധാനം